പറമ്പിക്കുളം ടൈഗർ റിസർവ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണെങ്കിലും തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴി മാത്രമേ പറമ്പിക്കുളത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ ചാലക്കുടിയിൽ നിന്ന് കാനനപാതയിലൂടെ പറമ്പിക്കുളത്തേക്ക് യാത്ര ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ആ വഴികൾ പൂർണ്ണമായും അടച്ചു. പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ റിസപ്ഷൻ സെന്ററും കടന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടക്കുന്നതോടെ വന്യമൃഗങ്ങളുടെ വൻതോതിലുള്ള സാന്നിധ്യമാണ് കാണാൻ സാധിച്ചത്. കാട്ടുപോത്തുകൾ യഥേഷ്ടമായി മേഞ്ഞു നടക്കുന്നു. അല്പം സഞ്ചരിച്ചപ്പോഴത്തേക്കും അതിമനോഹരമായ മയൂര നൃത്തം. അപ്പോഴേക്കും അതാ കൺമുന്നിൽ ചെങ്കീരി, വളരെ അപൂർവ ഇനങ്ങളിൽപ്പെട്ട ചെങ്കീരികൾ റോഡരികിൽ യാതൊരു ഭയവുമില്ലാതെ മേഞ്ഞു നടക്കുന്ന കാഴ്ച. അതിനിടെ കാട്ടുപോത്തുകളുടെ വലിയൊരു കൂട്ടം റോഡരികിൽ പ്രത്യക്ഷപ്പെട്ടു. അതാ വീണ്ടും മയൂര നൃത്തം. യാത്രയുടെ അവസാന ഭാഗം പറമ്പിക്കുളം ഡാമാണ്. പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും നെൽകൃഷിക്ക് വെള്ളമെത്തുന്നത് പറമ്പിക്കുളം ഡാമിൽ നിന്നാണ്. പറമ്പിക്കുളത്തെ ആദിവാസി സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന മനോഹരമായ നൃത്തം ആകർഷകമാണ്. തിരിച്ചു വരുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. കാട്ടുപോത്തിന്റെ കുഞ്ഞുങ്ങളുമായുള്ള സഞ്ചാരം അതിനിടെയാണ് റോഡരികിൽ പെട്ടെന്ന് ഒരു പുള്ളിപ്പുലി പ്രത്യക്ഷപ്പെട്ടത്. ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചപ്പോഴത്തേക്കും കാട്ടിനുള്ളിലേക്ക് മറഞ്ഞു. അല്പസമയം കാത്തുനിന്ന് ടോർച്ചടിച്ച് തിരഞ്ഞു നോക്കിയെങ്കിലും ആൾ പുറത്തു വന്നില്ല. ഒരു മിന്നലാട്ടം പോലെ കൺമുന്നിലൂടെ കടന്നുപോയ പുള്ളിപ്പുലി കാട്ടിനുള്ളിൽ മറഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ യാത്ര പുറപ്പെട്ടത് പറമ്പിക്കുളത്തെ ഏറ്റവും പ്രായം കൂടിയ കഞ്ഞിമാര തേക്ക് കാണാനാണ്. സമീപത്തുള്ള ഇതര തേക്കുകളൊക്കെ ബ്രിട്ടീഷുകാർ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ചാലക്കുടി, കൊച്ചി വഴി ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിരുന്നു. തിരിച്ചു വരുമ്പോൾ വീണ്ടും മാൻകൂട്ടങ്ങൾ. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണാൻ സാധിക്കുന്ന വന്യമൃഗ സങ്കേതം പറമ്പിക്കുളമായിരിക്കും. സമീപത്തെ ആദിവാസികൾ പുഴയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന കട്ടില മത്സ്യം അവർ തന്നെ മുറിച്ച് വേവിച്ച് തരുന്നത് അതീവ രുചികരമാണ്. പറമ്പിക്കുളത്തോട് യാത്ര പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ
മനസ്സിന് നൊമ്പരം മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. വീണ്ടും വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മലയിറങ്ങി.